Good morning. Today, in the last class, we have seen what is social system school, and today you are going to see the decision theory school, and in continuation, the quantitative school. Right. So let us see what is decision theory school. So in the decision theory എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം taking decisions is considered to be the prime objective of management in that concept, right? So decision എടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റിൽ decision making is a very crucial step. സോ അങ്ങനെ വന്നിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾക്ക് സോഷ്യലായിട്ട് കൺസിഡർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ക്രിറ്റിസിസത്തിൽ പറഞ്ഞിരുന്നു സോഷ്യലി കൺസിഡർ ചെയ്യുക മാത്രമല്ല വേറെയും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് ഒരു ഇമ്പോർട്ടൻസും മാനേജ്മെന്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ അത് വന്ന സമയത്താണ് മാനേജ്മെന്റിനെ ഒരു പ്രോസസ് ഓഫ് ടേക്കിംഗ് ഡിസിഷൻസ് ആയിട്ടും കൂടി കൺസിഡർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. So in this school, management is concerned as a process of taking decisions. Not taking normal decisions, it is to take important decisions, right? And the main thinkers are Chester Bernard, Herbert Simon, James March, Richard Said, right? So in the school, management is a process of decision making. That means whatever managed does, he do it by taking decision. മാനേജർ എന്ത് ചെയ്താലും അത് ഡിസിഷൻ മേക്കിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ക്ലിയർ? അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ്. ഇവിടെ എംഫസിസ് കൊടുക്കുന്നത് പീപ്പിളിലല്ല, എൻവയൺമെന്റിനല്ല, പക്ഷെ ഡിസിഷനാണ്. ക്ലിയർ? സോ MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആയാലും ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രോസസ്സും ടെക്നിക്കും ആയാലും അത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാനേജ്മെന്റ് സ്റ്റഡി ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. ദാറ്റ് മീൻസ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഡിസിഷൻസ് ഈസ് റിഗാർഡഡ് ആസ് ദ കോർ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ് ഇൻ ദിസ് സ്കൂൾ. ക്ലിയർ? ഇപ്പോൾ ഡിസിഷൻ എന്ന് പറയുന്നത് പ്ലാൻസ് ആയാലും പോളിസീസ് ആയാലും എന്ത് ഓരോ ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ മൂവ് ചെയ്യാൻ പോലും നമ്മുടെ മൈൻഡ് എടുക്കുന്ന ഡിസിഷനാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ അത് ശരിയാണ് അല്ലേ? നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പോൾ ഒന്നും തീരുമാനങ്ങളല്ലാതെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പം അതുപോലെയാണ് ഇവിടെ പറയുന്നത് മാനേജ്മെന്റിന് എന്ത് ചെയ്യണമെങ്കിലും മാനേജറാണ് ചെയ്യുക. വാട്ട് എവർ ദ മാനേജർ ഡസ്, ഹി ഡു ഇറ്റ് ബൈ ടേക്കിംഗ് ഡിസിഷൻസ്, റൈറ്റ്? അത് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രൊപ്പൗണ്ടേഴ്സിന്റെ കാര്യം പറയുന്നത്. ചെസ്റ്റർ ബെർണാഡ് ആണ് കോൺട്രിബ്യൂട്ടർ, ഹെർബർട്ട് സൈമൺ, ജെയിംസ് മാർച്ച് ആൻഡ് റിച്ചാർഡ് സെയ്ഡ്. ക്ലിയർ? സോ ഡിസിഷൻ മേക്കിങ്ങിന്റെ സയന്റിഫിക് പ്രോസസ്സാണ് ഇവിടെ കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത്. ഡിസിഷൻ എപ്പോഴും വെറും ഡിസിഷൻ അല്ല എടുക്കുന്നത്. ഡിസിഷൻ ഷുഡ് ബി ടേക്കൺ അറ്റ് ദ റൈറ്റ് ടൈം, ഷുഡ് ബി റിലേറ്റഡ് ടു ദ സിറ്റുവേഷൻ, ക്ലിയർ, ആൻഡ് ഷുഡ് ബി ഫീസിബിൾ ഇൻ ദ ഗിവൺ സിറ്റുവേഷൻ. അപ്പോൾ വെറുതെ ഒരു ഡിസിഷൻ എടുക്കുകയല്ല, ഇറ്റ് ഷുഡ് ബി അറ്റ് ദ റൈറ്റ് ടൈം. റൈറ്റ് ടൈമിനാവണം ഡിസിഷൻ എടുക്കുന്നത്. ആ ഒരു എൻവയൺമെന്റുമായി യോജിച്ചു പോകുന്ന ഡിസിഷൻ ആവണം. അത് പിന്നെ എപ്പോഴാണോ ഡിസിഷൻ എടുക്കുന്നത് വെച്ചാൽ ആ സമയത്ത് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷനും കൂടി ആവണം. ഈ 3 കാര്യങ്ങളുമാണ് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ് ഇൻ ദ റൈറ്റ് മാനർ ഓൾസോ, ടേക്കിംഗ് ഡിസിഷൻസ്, റൈറ്റ്? സോ ഡിസിഷൻ മേക്കിങ്ങിന്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം, analysis of the problem, developing alternate course of action, evaluating alternatives, taking decisions, and finally you are following up. Clear? So these are the main points in decision theory school. So management in decision theory school, management is concerned as a process of taking decisions, right? And the major thinkers are Chester Bernard, Herbert Simon, James March and Richard Said. Clear? And here the school considers decision making as an important step. So decision making involves statement of the problem, analysis of the problem, developing alternative course of action, evaluating alternatives and taking decision and following up.
സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസിഷൻസിൻ്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം ആണ്. ആദ്യം പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക. എന്ത് പ്രശ്നത്തിനാണ് ഡിസിഷൻ എടുക്കുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിനാവും നമ്മൾ ഡിസിഷൻ എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പ്രശ്നം, എന്ത് കാര്യത്തിനാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്, ഈ കാര്യത്തെയാണ് പ്രോബ്ലമായിട്ട് കൺസിഡർ ചെയ്യണത്. ആൻഡ് യു ആർ അനലൈസിങ് ദാറ്റ് പ്രോബ്ലം. ക്ലിയർ? നമുക്കൊരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ് വെച്ചാൽ നമുക്ക് ഒരുപാട് വഴികളുണ്ടാവും അവിടെ എത്താൻ. സോ ഡെവലപ്പിംഗ് ദ ഓൾട്ടർനേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഇസ് കൺസിഡേർഡ് ആസ് എ തേർഡ് സ്റ്റെപ്പ്. സോ യുൽ ഹാവ് മെനി വേസ് ആൻഡ് യു നീഡ് ടു ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ് ഇൻ ഓൾ ആസ്പെക്ട്സ്. അവിടെ ചെല്ലുമ്പോൾ ഏതിനാണ് കൂടുതൽ, ഏതേനെ പോകുന്നതാണ് കൂടുതൽ എക്കണോമിക്കൽ, ഏതേനെ പോകുമ്പോഴാണ് സമയം കുറവ് വരിക, എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഓൾട്ടർനേറ്റീവ്സ് എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ടേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ഫൈനലി യു ആർ ഫോളോയിങ് ഇറ്റ് അപ്പ്. ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, റൈറ്റ്? And let us see the main features of decision making. Decision making സ്കൂളിൻ്റെ മേജർ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഇവിടെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അലോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ? മാനേജ്മെന്റ് ഇസ് റിഗാർഡഡ് ആസ് എ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് അലോൺ. ആൻഡ് മാനേജേഴ്സ് ആർ ബേസിക്കലി ഡിസിഷൻ മേക്കേഴ്സ് ആൻഡ് പ്രോബ്ലം സോൾവേഴ്സ്. മാനേജേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ബേസിക്കലി ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ആൾക്കാരാണ്. അവർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവരാണ്. ക്ലിയർ? ഇനി ഓർഗനൈസേഷൻ എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ ക്വാളിറ്റി ഓഫ് ഡിസിഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദിസ് അപ്രോച്ച് ദ എംഫസിസ് ഇസ് ഓൺ ദ ഡിസിഷൻ ആൻഡ് നോട്ട് ഓൺ എനിത്തിങ് എൽസ്, റൈറ്റ്? ജനങ്ങൾക്കും അല്ല, എൻവയൺമെന്റിനും അല്ല, പീപ്പിളിനും അല്ല, എൻവയൺമെന്റിനും അല്ല, വർക്കിംഗ് കണ്ടീഷൻസിനും അല്ല, ദ എംഫസിസ് ഇസ് ഓൺ ദ ഡിസിഷൻ. സോ ദീസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ്. So here the management is essentially a process of decision making. Decision making ആണ് മാനേജ്മെന്റ്. ഇവിടെ ഈ ഒരു സ്കൂൾ പ്രകാരം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ പ്രോസസ്സാണ്. മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസിഷൻ മേക്കേഴ്സ് ആണ്, റൈറ്റ്? സോ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി കൂട്ടണമെങ്കിൽ ഡിസിഷൻസിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതിൽ പറയേണ്ട ഒരു കാര്യം കൂടി, എംഫസിസ് ഇസ് ഓൺ ദ ഡിസിഷൻ. എന്താണോ ചെയ്യുന്നത് അതിൻ്റെ മുകളിലാണ് എംഫസിസ്. ക്ലിയർ? ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും ഈ ഒരു അപ്രോച്ച് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മാനേജീരിയൽ ടൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടേക്കിംഗ് ഡിസിഷൻസ് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ ഒരു സ്കൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് മാനേജേഴ്സ് അവരുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യണത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഡിസിഷൻ പക്ഷെ ഒരു കാര്യമുണ്ട്, ഡിസിഷൻ മേക്കിംഗ് മാത്രമായിട്ട് ഒതുങ്ങി പോകാൻ പറ്റില്ല മാനേജ്മെന്റ്. ഡിസിഷൻ മേക്കിംഗ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എൻ ഇൻഡിപെൻഡന്റ് ഫംഗ്ഷൻ ഓഫ് ദ മാനേജ്മെന്റ്. ക്ലിയർ? ഇറ്റ് ഈസ് ഓൺലി വൺ ഓഫ് ദ ടാസ്ക്. ഒരുപാട് ടാസ്കിൽ ഒരു ടാസ്ക്കാണ് ഡിസിഷൻ മേക്കിംഗ്. സോ ഡിസിഷൻ മേക്കിംഗ് അപ്പിയേഴ്സ് ടു ബി എ നാരോ ഫോക്കസ്. കാരണം ഒരു തിയറി, മാനേജ്മെന്റ് എന്ന് പറഞ്ഞ തിയറി വളരെ വാസ്റ്റും ഡിസിഷൻ മേക്കിംഗ് അതിൻ്റെ ഒരു വേയുമാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് മാത്രമായിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് ഡെവലപ്പ് ചെയ്ത മാനേജ്മെന്റിന്റെ പല ആസ്പെക്ട്സും ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതായിരുന്നു ഏറ്റവും മേജർ ആയിട്ടുള്ള ക്രിറ്റിസിസം ഈ സ്കൂൾ ഫേസ് ചെയ്തത്. ക്ലിയർ? ആൻഡ് വി വിൽ സീ ക്വാണ്ടിറ്റേറ്റീവ് school in the coming class, right?